കഴിഞ്ഞ ദിവസങ്ങളിലേ നമ്മൾ കുക്കമ്പർ നടുന്ന വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അന്ന് നട്ട കുക്കമ്പറെല്ലാം നല്ല രീതിയിൽ തന്നെ മുളച്ചെങ്കിലും നല്ല രീതിയിലുള്ള മഴ പിടുത്തമുള്ളത് കൊണ്ട് തന്നെ 1-2 കടകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. ബാക്കിയുള്ള കുക്കമ്പറുകളെല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പന്തലിൽ കയറാൻ വേണ്ടിയിട്ട് അവർ വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് കരുത്തായിട്ട് വളർന്നു വരാൻ വേണ്ടി നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് ചെറിയ ഒരു രീതിയിൽ ഒരു ഇംഗ്ലീഷ് വളമാണ് കേട്ടോ. ഇന്ന് പ്രയോഗിക്കാൻ പോകുന്നത് 18-18 എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വളമാണ്. അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കമ്പറിൻ്റെ ചുറ്റുമുള്ള കളകളെല്ലാം തന്നെ പറിച്ച് നമ്മളിതുപോലെ നീക്കം ചെയ്തു. ചെറിയ തൈ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടൊന്നും നമ്മൾ ഈ വളം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൈ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് കുറച്ച് നമ്മൾ ചോടോട് കുറച്ച് അകലം നീക്കി അതിന് ചുറ്റും നമ്മൾ വളം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചുറ്റും നിന്നൊക്കെ മണ്ണ് ചെറിയ രീതിയിൽ നമ്മൾ അരിഞ്ഞ് നമ്മുടെ കുക്കമ്പറിൻ്റെ ചോടോട് കയറ്റി ഇട്ട് ആ വളമൊന്ന് മൂടി കൊടുത്തു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് ലയിച്ച് അത് നമ്മുടെ കുക്കമ്പർ വലിച്ചെടുത്ത് നല്ല ശക്തിയോടുകൂടി തന്നെ നമുക്ക് വളർന്ന് കിട്ടും കേട്ടോ. ഓൾറെഡി തന്നെ നമ്മുടെ കുക്കമ്പർ പന്തലിൽ കയറാൻ വേണ്ടി വള്ളിയും കാര്യങ്ങളെല്ലാം വീശി തുടങ്ങി. അപ്പോൾ വളവും കൂടി ഇട്ട സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ അവർ ഇനി വളർന്ന് കയറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യോടെ അവർക്ക് പടരാൻ വേണ്ടി ഒരു പന്തലും കൂടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വേലിപ്പന്തലാണ് കേട്ടോ. അപ്പോൾ വേലിപ്പന്തൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സൈഡിൽ ഒരു കാല് നമ്മളിതുപോലെ കുഴിച്ചിട്ടു. ഓൾറെഡി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ഒരു പന്തൽ കെട്ടിയിട്ടുള്ള കാല് ഓൾറെഡി നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രം കാല് നമുക്ക് ഇതുപോലെ കുഴിച്ചിടേണ്ടി വന്നുള്ളൂ. അങ്ങനെ കാലൊക്കെ നാട്ടി നമ്മൾ വേലിപ്പന്തലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ കാലിലൂടെ കയറ് പാവി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ്. ഇവർക്ക് പടർന്ന് പിടിച്ച് കയറാൻ വേണ്ടി ഞാൻ പാവി കൊടുക്കുന്ന കയറ് ചൂടിക്കയറാണ്. നമ്മൾ ഈ ചൂടിക്കയറ് ഈ പന്തലുകളിലൊക്കെ കെട്ട് പെടയാതെ തന്നെ ചുറ്റിയെടുക്കാനുള്ള ഒരു കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു ബോൾ പോലെ ആകൃതിയിൽ നമ്മളിതുപോലെ ചുരുട്ടി കയ്യിൽ ചുരുട്ടി കെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വേലിപ്പന്തൽ കെട്ടുകൂടാതെ തന്നെ പന്തലിൽ കയറ് പാവാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മുടെ കുക്കമ്പറിൻ്റെ പന്തലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ വേലിപ്പന്തലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് എല്ലാം പുറകെ വരുന്നതായിരിക്കും കേട്ടോ.